ആരാടി പശുവിനെ അഴിച്ചു വിട്ടത്? അകത്ത് ഭയങ്കര എലിശല്യം. കൊയ്ത്ത് കഴിഞ്ഞോണ്ടാവും. ഞാനതിനെ ഇങ്ങനെ തല്ലി. സേതു എപ്പോഴാ വന്നേ? ഞാൻ വന്നിട്ട് 5 സെക്കൻഡാ. വിളവ് എങ്ങനെയുണ്ട് ചേട്ടാ? വിളവ് ഇച്ചിരി കൂടുതലാ. വാ വാ. എന്റെ കത്ത് കിട്ടിയില്ലേ? എന്താ അതിന്റെ ഉദ്ദേശം? നിന്റെ അച്ഛൻ കുറുപ്പ് മാസ്റ്റർ എന്നെ ഈ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങേരോട് അന്ന് എല്ലാവർക്കും വലിയ ബഹുമാനവുമായിരുന്നു. സ്വന്തം നാടും വീടും വിട്ട് എന്നങ്ങേര് ഭാര്യ വീട്ടിൽ താമസം തുടങ്ങിയോ അന്ന് മുതൽ അങ്ങേർക്ക് തലയ്ക്ക് നല്ല സുഖമില്ല. നാണവും മാനവും കെട്ട് ഞാൻ പലവട്ടം അങ്ങേരുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ടുണ്ട്. സുലുവിന് വയസ്സ് ഏറി വരികയാണ്. നിങ്ങളുടെ മോനോട് പറഞ്ഞ് അവിടെ കല്യാണം നടത്തണമെന്ന് ഞാൻ പല പ്രാവശ്യം അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അങ്ങേര് പറയുക, നീ എന്തോ ബിസ്ക്കറ്റോ റൊട്ടിയോ മറ്റോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. കാലം കുറെ ആയാലൂടാ, ഇതുവരെ ഒന്നും ഉണ്ടാക്കി തീർന്നില്ലേ? കല്യാണപ്രായം കഴിഞ്ഞൊരു പെണ്ണിനെ ഇന്ന് കെട്ടും നാളെ കെട്ടും എന്ന് പറഞ്ഞിങ്ങനെ നിർത്തിക്കൊണ്ടു പോവാനാവില്ല. എന്റെ സ്വന്തം കാലിലൊന്ന് നിന്നിട്ട്. അപ്പൊ ഈ രണ്ടും നിന്റെ കാലല്ലേ? അങ്ങനല്ല. നിന്റെ ഈ ഉരുണ്ടുകളി എന്നോട് വേണ്ട. നീ നിന്നാലും കൊള്ളാം ഇരുന്നാലും കൊള്ളാം, എനിക്ക് രണ്ടിലൊന്നറിയണം. ഈ പെൺകൊച്ചിനെ കെട്ടാൻ നിനക്ക് താല്പര്യമുണ്ടോ, അതോ കൂടെ കൂടെ ഇങ്ങനെ ഒന്ന് ശൃംഗരിച്ചേച്ചു പോകാനാണോ ഉദ്ദേശം? ചേട്ടാ, എന്റെ ബിസ്ക്കറ്റ് ഫാക്ടറി ഒന്ന് ഓടിത്തുടങ്ങണം. ആശയുടെ കല്യാണം ഒന്ന് കഴിയണം. അത് കഴിയുമ്പോ നീ പറയും നിന്റെ തന്തയുടെ 16 അടിയന്തരം കഴിയട്ടെ എന്ന്. ചേട്ടാ, ഞാൻ പറയുന്നത് എന്റെ പ്രശ്നങ്ങളാ. നീ പറഞ്ഞ നിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു കിട്ടാൻ എനിക്ക് തോന്നുന്നു ചുരുങ്ങിയത് 30 വർഷമെങ്കിലും ആവുമെന്നാ. അപ്പൊ പിന്നെ എന്റെ പ്രേതം വരും നിന്റെ കല്യാണം നടത്താൻ. ചേട്ടാ, കാര്യം പറയുമ്പോ തമാശയായിട്ട് കണ്ടരുത്. നീ ആരെയാടാ കാര്യം പറഞ്ഞ് പഠിപ്പിക്കുന്നത്? തന്തയുടെ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാടാ ആ പാവപ്പെട്ടിനെ മോഹിപ്പിച്ചത്? ഡാറ്റായണി ബിസ്ക്കറ്റ്. ലോകത്താരെങ്കിലും ബിസ്ക്കറ്റിന് ഡാറ്റായണി എന്ന് പേരിടുകൂടാ. നിന്റെ ആ കിളവിത്തലയുടെ പേരിട്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ കുണം പഠിക്കരുത്. മര്യാദയ്ക്ക് സംസാരിക്കണം. അമ്മയെ പറ്റി ആവശ്യമില്ലാത്ത കാര്യം പറയണ്ട. എങ്ങനെ എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ വിരട്ടുന്നു? കരകളാ ഇവിടുന്ന്. നിന്നെപ്പോലെ നട്ടിലില്ലാത്ത ഒരുത്തിനെ എന്റെ പെങ്ങക്ക് വേണ്ടടാ. കയറി പൊടിയകത്ത് ഒന്നുകളേക്ക് എല്ലാത്തിനെയും. എനിക്കിപ്പോഴാ മനസ്സിലായത് നീ വേറെ ചില ഉദ്ദേശത്തോടു കൂടെ ഇവിടെ വരുന്നതെന്ന്. മേലിൽ നാട്ടിക്കാല് കുത്തിപ്പോരുത്. നാടേ നിങ്ങളുടെ കുടുംബ സ്വത്തൊന്നുമല്ലല്ലോ. അല്ല, പക്ഷെ ഈ വീട് എന്റെ കുടുംബ സ്വത്താ. ഇനി ഇതിനകത്ത് കയറിയാൽ നിന്റെ കാലി ഞാൻ തല്ലി ഓടിക്കും. നിങ്ങൾ എന്തിനാ ഇങ്ങനെ നടന്ന് ഒച്ച വയ്ക്കുന്നേ? മിണ്ടിപ്പോവരുത്. എന്റെ പെങ്ങളെ കെട്ടാൻ വേറെ ആളുകളെ കിട്ടുമോ ഞാൻ നോക്കട്ടെ. കാണുകയോ സംസാരിക്കുകയോ ചെയ്താൽ ഒന്ന് കുഴിച്ചു മുടിഞ്ഞ എല്ലാത്തിനെയും അകത്ത് കയറി പൊടി. കുടുംബത്തിന് ശക്തിക്ഷയം ഉണ്ടായിട്ടുണ്ടാവാം. എന്നാലും മുരുക്കം വീട്ടുകാർ മാനം വിറ്റ് ജീവിച്ചിട്ടില്ലടാ. മനുഷ്യന് വഴിക്കൂടെ നടക്കാൻ മേലുണ്ടായല്ലോ. കുടിക്കുക, തല്ലും പിടി ഉണ്ടാക്കുക. ആരാടാ നിന്നെ ഈ ദുശീലങ്ങളൊക്കെ പഠിപ്പിച്ചത്? ഒക്കെ എന്റെ യോഗ അമ്മവാ. ആയിരക്കണക്കിന് കുട്ടികൾക്ക് സാരോപദേശം നൽകിയ ആളാത്രേ. സ്വന്തം മകന് സൽബുദ്ധി പറഞ്ഞു കൊടുക്കാൻ മാത്രം പറ്റിയില്ല. ഇനി നിന്നെ പറ്റി ഇങ്ങനെ വല്ലതും കേട്ടാൽ അടിച്ച് നിന്റെ കാലിന്റെ മുട്ടി ഞാൻ ഓടിക്കും. എങ്കി അമ്മാവന്റെ മുട്ട് ഞാനും ഓടിക്കും. എന്തായി പറയണേ? വന്ന് മൂത്തവരെയും തിരിച്ചറിയണ്ട. ഞാൻ പറഞ്ഞില്ലേ മോളെ, അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം. ജോലി പോയേ പിന്നെ ഇത്രയും വഷളായേ. അമ്മാവൻ പറഞ്ഞ സേതു കേക്കും. തൽക്കാലം ചേട്ടനെ അവന്റെ കമ്പനി പിടിച്ചിരുത്തിയാ മതിയായിരുന്നു. ചായ കുടിക്ക്. എന്റെ ഷർട്ട് തേച്ചില്ലേ? തേച്ചു. മകനെപ്പോ വന്നു? കുറച്ചു നേരമായി. സേതു, മരുമക്കത്തായൊക്കെ പോയെങ്കിലും അമ്മാവൻ ഇപ്പോഴും അമ്മാവൻ തന്നെയാണ്. അതുകൊണ്ട് മറുത്തൊന്നും കൊണ്ട് പറയണ്ട. ഈ തല തിരിഞ്ഞവന് നീ നിന്റെ കമ്പനി കൊണ്ടുവന്ന് നിർത്തണം. ഒന്നും ഇങ്ങോട്ട് പറയണ്ട, പറയണ അങ്ങോട്ട് അനുസരിച്ചാ മതി. മാസം തികയുമ്പോ എന്തെങ്കിലും ഒന്നൊരു ശമ്പളമായിട്ട് കൊടുത്തേക്കണം. അത് മതി. എനിക്ക് കുറച്ച് ജോലിയുണ്ട്. നോക്കിയും കണ്ട് നിന്നാൽ നിനക്ക് കൊള്ളാം. മുതലാളിക്കൊരു കത്തുണ്ട്. അഡ്രസ് എഴുതിയ കൈപ്പട കണ്ടിട്ട് മറ്റേ കത്താണെന്ന് തോന്നുന്നു. ഏത് മറ്റേ കത്ത്? നീ വരാൻ. നീ എന്താടാ ആളുകളുടെ മുമ്പിൽ വെച്ച് മോന്തോണ്ട് ഡാൻസ് കാണിക്കുന്നത്? ഇത് മറ്റേ കത്താണോ മറച്ച കത്താണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കണ്ട കേട്ടോ. പ്രിയപ്പെട്ട സേതുവേട്ട, ചേട്ടനുമായി വഴക്കിട്ട് സേതുവേട്ടൻ അങ്ങ് പോയി. എന്റെ സ്ഥിതി എന്തായിരിക്കും എന്ന് സേതുവേട്ടൻ ആലോചിച്ചോ?
ഒരാശ്വാസവാക്കെങ്കിലും പറയണമെന്ന് തോന്നിയില്ലല്ലോ. ഞാൻ ഉരുകി ഉരുകി ചത്തുപോട്ടെന്നാണ്. ചേട്ടൻ എനിക്ക് വേറെ കല്യാണം ആലോചിക്കുകയാണ്. ഒന്ന് വേഗം വരൂ എന്റെ സേതുവേട്ട. ഇനി സേതുവേട്ടൻ വരുന്നതും പ്രതീക്ഷിച്ച് ഞാൻ എന്നും നമ്മുടെ ആ പഴയ അടിയോടിയുടെ വാഴത്തോപ്പിൽ കാത്തു നിൽക്കും. ആരാ മുകേരി 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 ഇറങ്ങേണ്ടവരൊക്കെ പോരെ മുകേരി. എന്താ ഇറങ്ങുന്നില്ലേ? വേണ്ട വേണ്ട, ഞാനൊരു 50 അടി അപ്പുറത്ത് ഇറങ്ങിക്കോളാം. ഇനി പരുത്തിക്കോട്ടെ വണ്ടി നിർത്തൂ. ഇറങ്ങണം ഇറങ്ങണം. ഞാൻ വേറെ ടിക്കറ്റ് എടുത്തോളാം. 50 അടിക്കോട്ട് വേറെ ടിക്കറ്റ് ഒന്നുമില്ല. ഇറങ്ങണം. ഞാൻ പരുത്തിക്കോട്ടേക്ക് ടിക്കറ്റ് എടുത്തോളാം. ഒരു കോട്ടയിൽ ഇറങ്ങണം. താൻ ഇവിടെ ഇറങ്ങിയാൽ മതി. ഇവിടെ ഇറങ്ങണോ? ഇറങ്ങാനല്ലേ പറഞ്ഞു? ഞാൻ പരുത്തിക്കോട്ടേക്ക് ഒന്നും പറയണ്ട. ഇവിടെ ഇറങ്ങി താനം കൊണ്ട് നടന്നു പോളൂ. രാവിലെ മനുഷ്യൻ മെനക്കെടുത്താൻ ഒരു തോമ കയറിക്കോളും. ഞാൻ അങ്ങോട്ട് ഇറങ്ങണു. ആ പോവാം. ഒരു സോഡ എടുത്ത്. അവളെന്ത് ഇതിന് ചേച്ചി ഞാൻ കണ്ടില്ല. കണ്ടില്ലേ? കടുകുമണിയാ കാണാതെ നിൽക്കാൻ. എടേ സുലു എവിടെയടി? അവളെ ശ്യാമയുടെ വീട്ടിൽ പോയി. അവളെങ്ങനെ പറഞ്ഞോ? ചാവയെ കഞ്ഞിയും എല്ലാത്തിനും ഞാൻ ഇവിടെ അടിച്ചിറക്കും. ഞാനിവിടെ ഉണ്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്താ നമ്മൾ ഇതുപോലെ ഈ വാഴത്തോപ്പിൽ കണ്ടുമുട്ടാറുള്ളത്. അന്നും ഇന്നും അടിയോടിക്ക് വാഴക്കൃഷി മാത്രമേ താല്പര്യമുള്ളൂ എന്ന് തോന്നുന്നു. എന്താ വല്ലായിരിക്കുന്നത്? അടിയോടിയുടെ വാഴ അയാൾ കണ്ട ഇപ്പൊ എന്നെ കൊല്ലും. എത്ര നേരമായിന്നറിയോ ഞാൻ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്? അതാണ് ആ കാര്യം. ഞാനും നിന്റെ ചേട്ടൻ കൂടെ ജംഗ്ഷനിൽ ഒരു ഒളിച്ചു കളി നടത്തിയിട്ട് വരിക കുട്ടി. ഈ വാഴക്കറ പറ്റിയ മാറ്റം വലിയ പാടാണ്. സേതുട്ടിനൊക്കെ തമാശ കളിയാ. ഞാനൊന്ന് ഉറങ്ങിയിട്ട് ദിവസം എത്രയെന്നറിയാവോ? എന്റെ സുലു, നിനക്ക് വേവലാതി കുറച്ച് കൂടുതലാണ്. ഈ ലോകത്ത് ആരൊക്കെ എതിർത്താലും നമ്മൾ ഒരുമിച്ച് ജീവിക്കും. പിന്നെന്താ പ്രശ്നം? സേതുട്ട ഞാനൊരു പെണ്ണാ. എന്റെ സുലു, ഞാനൊരാണാണ്. ആകെയുള്ള ഒരേ ഒരു പ്രശ്നം ഫാക്ടറിയാ. ഇപ്പൊ എല്ലാം റെഡിയായി. ഇന്റർവ്യൂ നടത്തി ജോലിക്കാരെ എടുത്താൽ ഫാക്ടറി ചക ചക ചകാന്ന് വർക്ക് ചെയ്ത് തുടങ്ങും. അത് കഴിഞ്ഞ ഉടനെ കല്യാണം. ഈ ചക 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 എത്ര കാലം എടുക്കും? ഉടനെ എന്ന് വെച്ചാ എത്രയും പെട്ടെന്ന്. ആരുമില്ല. അടിയോടി ഓടിക്കോ, പിന്നെ കാണാം. ഓടിക്കോ. എടോ, താൻ ആ മുരിക്കലെ സേതുവിനെ ഇവിടെ എങ്ങനെ കണ്ടോ? അതാ നിക്കണേ. എടീ, ഉറപ്പിച്ചു. ചെറുക്കൻ ദുബായിൽ ഓയിൽ കമ്പനിയിലെ ഫോർമാനാ. ഇത് മിഥുനമാസമല്ലേ, കർക്കിടകത്തിന് മുമ്പ് നടത്തണമെന്നാ അവര് പറയുന്നത്. അവളോട് കൂടെ ഒന്ന് ചോദിക്കണ്ടേ? വേണ്ട, ഇത്രയും നാളെ കാത്തു. ഇനി ചോദ്യം ഉത്തരവൊക്കെ തീരുമാനിക്കും ഞാൻ തന്നെയാ. അത്രയധികം സ്നേഹാവനം ഉണ്ടായിരുന്നെങ്കിൽ പെരയിൽ നിറഞ്ഞ് ഓടി പൊളിച്ച് ഇവരോട് നിൽക്കത്തില്ലായിരുന്നു. 10 ദിവസത്തിനായി കല്യാണം നടത്തിയിരിക്കും. ഈ ശിവരാമനാ പറയുന്നത്.
എന്താ ശ്യാമ ഈ വഴിക്ക്? കാര്യങ്ങളാകെ കുഴപ്പത്തില. ആ. സുലു കരച്ചിലോട് കരച്ചില്. ഈ വരുന്ന 21-ാം തീയതി അവളുടെ കല്യാണം തീരുമാനിച്ചിരിക്കുക. അവളുടെ ചേട്ടൻ അവളെ ഏതാണ്ട് വീട്ടുതടങ്കിൽ വെച്ചിരിക്കുന്ന പോലെ. 21-ന് മുമ്പ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ചത്തുകളയെന്ന് പറഞ്ഞിരിക്കുക. രക്ഷിക്കാന്ന് പറഞ്ഞ കല്യാണം അല്ല, ഇത്ര പെട്ടെന്ന് ഞാൻ ഇല്ലെങ്കിൽ ഒന്നുകിൽ അവള് ചാവും, അല്ലെങ്കിൽ വേറൊരാൾ അവളെ കല്യാണം കഴിക്കും. അതാണ് ഞാൻ എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കൊള്ളാന്ന് പറ. ഏതാ ഈ കുട്ടി? ഒന്ന് പോയേ. നിന്റെ വല്ല അവിഹിത ബന്ധാണോ? പണ്ട് ഞാനും അതായിരുന്നടാ. മനുഷ്യന് ഭ്രാന്ത് പിടിപ്പിക്കാതെ പോവാൻ. ഏതായി കൾച്ചറില്ലാത്ത ആള്? ശ്യാമ ഒന്ന് പോയെ, ഞാൻ എത്തിക്കൊള്ളാന്ന് പറ. ശ്ശോ, പ്രേമ 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 നീ വന്നേ. എടാ, പാമ്പ് കടിച്ച് എന്നെ ഇടിവെട്ടി. പഴഞ്ചൊല്ല് തിരിഞ്ഞുപോയി മുതലാളി. ഇടിവെട്ടിവനെ പാമ്പ് കടിച്ചു എന്നാണ്. പഴഞ്ചൊല്ല് തിരുത്താനല്ല ഞാൻ നിന്നെ വിളിച്ചത്. അല്ല അല്ലേ? ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. ഞാനും അവസ്ഥയില. നിനക്കെന്താ അവസ്ഥ? അല്ല, മുതലാളിയുടെ അവസ്ഥയാണല്ലോ എന്റെ അവസ്ഥ. പ്രേമ ഇങ്ങ് വന്നേ. എന്താ? നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? മുതലാളി, പഞ്ചസാരക്ക് മധുരമുണ്ടോ, കൈപ്പയ്ക്ക് കയ്പുണ്ടോ, ഉപ്പിന് ഉപ്പുണ്ടോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. നിനക്ക് എന്നോട് യഥാർത്ഥ സ്നേഹമുണ്ടോ പ്രേമ? 4 വർഷം മുമ്പ് പണിയന്വേഷിച്ച് ടൗണിലെത്തിയ ഞാൻ വിശന്ന് പൊരിഞ്ഞ് ഒരു പീഡികത്തിനെ കിടക്കുമ്പോ മുതലാളി എന്നെ വിളിച്ചുകൊണ്ടുപോയി ചോറ് വാങ്ങി തന്നു. പിന്നെ എനിക്ക് പണി തന്നു. ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. മുതലാളി ഇപ്പൊ ഇത് ചോദിക്കാൻ കാരണം? പ്രേമ, എനിക്ക് നിന്റെ സഹായം വേണം. മുതലാളി, ഞാൻ നന്ദിയുള്ളവനാ. ആ നന്ദി ഞാൻ എന്നും കാണിക്കും, എന്തും ചെയ്യും. പറഞ്ഞു. എനിക്ക് ഞാനൊരു കല്യാണം കഴിക്കണം മുതലാളി. അല്ല, ഇതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഉണ്ടാവട്ടെ. അതൊരു രജിസ്റ്റർ മാരേജ് ആയിട്ടേ നടക്കൂ. അങ്ങനെ നടന്നാ മതി. അത് നടക്കണമെങ്കിലേ രജിസ്റ്റർ ഓഫീസിൽ പോണം. അതല്ല, വീട്ടുകാർക്കൊക്കെ എതിർപ്പാ. അപ്പൊ ആരും കാണാതെ അവളെ കടത്തിക്കൊണ്ട് വരണം. കടത്തിക്കൊണ്ട് വരണം മുതലാളി. ഒറ്റയ്ക്ക് അത് ചെയ്യാൻ എനിക്ക് ധൈര്യമില്ല. അതിനാ എനിക്ക് നിന്റെ സഹായം ആവശ്യം. സോറി മുതലാളി, ഇക്കാര്യത്തിന് എന്നെ കിട്ടില്ല. പ്രേമ, നീയല്ലേ പറഞ്ഞത് നന്ദി ഉണ്ട്, എന്ത് സഹായം വേണേലും. പക്ഷെ ഇത് പറ്റില്ല. അന്ന് ആ കുട്ടിയുടെ കത്ത് വന്നപ്പോ മുതലാളി പറഞ്ഞു, മറ്റേ കത്താണോ മറച്ച കത്താണോ എന്ന് മുതലാളി തീരുമാനിച്ചോളാമെന്ന്. അധികം സ്വാതന്ത്ര്യം എടുക്കരുത് എന്ന് താക്കീതും ചെയ്തു. അതന്ന് അങ്ങനെ. അല്ല, ഞാൻ വേറെ എന്തും ചെയ്യാം. എനിക്കന്ന് അത്രക്ക് ഫീൽ ചെയ്തു മുതലാളി. സോറി പ്രേമ, ഐ എം റിയലി സോറി. നീ ഈ കാര്യത്തിൽ എന്നെ ഒന്ന് സഹായിക്കില്ലേ പ്ലീസ്? അപ്പോ എനിക്ക് സ്വാതന്ത്ര്യം എടുക്കാം. നീ അവളെ കടത്തിക്കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിച്ച് വീട്ടിൽ കയറ്റുന്നവരെയുള്ള കാര്യം പ്ലാൻ ചെയ്തോ? ഓക്കേ. എന്നാ പറഞ്ഞതുപോലെ മുതലാളി സിഗ്നൽ കൊടുത്ത് നമ്മൾ വന്നെന്നറിയട്ടെ. ഈ 12 വയസ്സുള്ള കൊച്ചിനെയാണോ മുതലാളി 13 വർഷമായിട്ട് പ്രേമിക്കുന്നത്? അതല്ലടാ, അതവളുടെ അനിയത്തിയാ. ദേ അവള് വന്നു. നീ പോയി തട്ടിക്കൊണ്ടുവാ. പിന്നെ ഒരു കാര്യം, ശിവരാമേട്ടനെ ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. അതിന് നന്നായിട്ട് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം അറിയാം. അതുകൊണ്ട് അവളെയും കൂട്ടി റോഡ് വരെ നടക്കുന്ന വിഷമമാണ്. ഉത്തരത്തിലുള്ള എടുക്കാൻ വേണം, കക്ഷത്തിലുള്ളത് പോവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും. ഇവിടെ നിന്നോട് ഞാനെല്ലാം പ്ലാൻ ചെയ്യാൻ പറഞ്ഞു. എനിക്കിതല്ല സ്ഥിരം ജോലി. പ്രഭ, ഈ ലാസ്റ്റ് മിനിറ്റ് നീ എന്നെ കൈവിടരുത്. നീ എന്താ ആലോചിക്കുന്നത്? മുതലാളി, ലോകത്തിന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം. നീ വേഗം കാണിക്കേ. എന്നാ കണ്ടോ. അയ്യോ, ശിവൻ ചേട്ടൻ. നമ്മൾ ചുമക്കുന്ന ഭാരത്തിന്റെ ചേട്ടനാണോ ഇത് മുതലാളി? അതേടാ. വരുന്നത് വരട്ടെ മുതലാളി. മുമ്പോട്ട് വെച്ച കാൽ മുമ്പോട്ട് തന്നെ. അയാള് കണ്ടുപിടിച്ച ഇതിനെ ഇവിടെ ഇട്ടിട്ട് ഓടാം. ചുമ്മാ ഇടി. മുതലാളി കൈ കഴക്കുന്നു. ഞാനിപ്പോ താഴെ ഇടും. ചുമ്മാ ഇരടി. ഇട്ടാ ഞാൻ അവനെ കൊല്ലും. മുതലാളി, അയാൾ ഇപ്പോഴും പുറകെ ഉണ്ടോ? ഓറ.
എടിയേ എനിക്ക് ഷേക്കാൻ ചെയ്യണേ, എനിക്ക് ഷേക്കാൻ തരാൻ. മീൻ വെട്ടുന്നുണ്ടില്ലേ, കൈ വൃത്തിയേടാവും. അയ്യോ എന്നാലും സാരമില്ല. ഇനി പറ എന്റെ ബുദ്ധി എങ്ങനെയുണ്ട്? അതിന് നിങ്ങളും ബുദ്ധിയായിട്ട് എന്താ ബന്ധം? എടീ നമ്മുടെ സുലോചനയെ സേതുമാധവൻ തട്ടിക്കൊണ്ടു പോയി. എന്ത്? നേരാമണ്ണം 100 വട്ടം പറഞ്ഞിട്ട് പോ കേട്ടില്ല. ഇങ്ങനെ ഒരു തറവേല കാണിച്ചപ്പോ സംഗതി ഏറ്റു. നിനക്കറിയാവോ, നിന്നോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കാൻ വേണ്ടിയാ ഞാൻ അവളെ വേറെ കെട്ടിക്കൊടുക്കാൻ പോകുന്നതായിട്ട് അഭിനയിച്ചത്. പെങ്ങന്മാരെ ഒരിക്കലും സങ്കടപ്പെടുത്തരുതെന്ന് എന്റെ അച്ഛനും അമ്മയും എപ്പോഴും പറയുമായിരുന്നു. ഏതായാലും ഇപ്പൊ അവളുടെ സങ്കടം തീർന്നു. ഇപ്പൊ പറ എന്റെ ബുദ്ധി എങ്ങനെയുണ്ട്? ഏതായാലും നിങ്ങളെ കുറിച്ച് ഇത്രയും ഞാൻ വിചാരിച്ചില്ല. എന്ന് വെച്ച് നീ എങ്ങാനും വല്ലവന്മാരുടെ കൂടെ ഇറങ്ങി പോകാൻ നോക്കിയാൽ നിന്റെ കൈ ഞാൻ വെട്ടുകളയും. ഓടിയത്